ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം രാവിലെ ഞാൻ എണീറ്റ് നമ്മുടെ ഹാളിലെ ജനലൊക്കെ ഒന്ന് തുറന്ന് മക്കൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. എന്നിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഫ്രഷ് എയറൊക്കെ ഒന്ന് കയറട്ടെന്ന് വിചാരിച്ച്. ഭയങ്കര കൊതുവാണ്, എന്നാലും എനിക്ക് അടുക്കളയിൽ ജനൽ തുറന്നിടാതെ നിൽക്കുന്നത് ഇഷ്ടമല്ല. ഇന്നപ്പോൾ ഞാൻ ബട്ടൂരായും പൊട്ടറ്റോ മസാലയും ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. അപ്പം ആദ്യം ഒരു 4 കിഴങ്ങ് പുഴുങ്ങാൻ ഞാൻ കുക്കറിൽ വെച്ച് ഒരു 3 ഗ്ലാസ് മൈദയും 1 ഗ്ലാസ് റവയും എടുത്തിട്ടുണ്ട്. റവ ഞാൻ കുതിരാനായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെച്ച് ഒന്ന് സോക്കായി വരണം. പിന്നെ ആ മൈദയിലോട്ട് സോഡാപ്പൊടി, ഉപ്പ്, പഞ്ചസാര, പിന്നെ ഒരല്പം തൈര്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണേ. ചിലർ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്, ചിലർ ഇതിനകത്ത് മുട്ട ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാനിതിനകത്ത് മുട്ട ആഡ് ചെയ്യുന്നില്ല. പിന്നെ സൺഫ്ലവർ ഓയിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് നെയ്യാണ് കുറച്ചുകൂടെ ടേസ്റ്റ് സൺഫ്ലവറിനെക്കാളും. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. തൈര് പുളി ഉള്ള തൈരായതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ കുറച്ചുകൂടെ ഇടാം. ഒരു 2 ടീസ്പൂണോളം ഒഴിക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ആ റവ കണ്ടില്ലേ, ആ കുതിർത്ത് വെച്ചിരിക്കുന്ന റവയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഭട്ടൂറ. നമ്മളെ പൊറോട്ട ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടം. കാഴ്ചയ്ക്ക് ഭൂരി കണക്കിരിക്കുമെങ്കിലും പക്ഷേ ടേസ്റ്റ് വൈസ് സൂപ്പറാണ് കേട്ടോ. അതിലും നല്ല ടേസ്റ്റാണ്. അത് മാത്രമല്ല, നമ്മൾ ഭൂരി പൊരിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ആ ഫ്ലഫിനെസ് അങ്ങ് പോകത്തില്ലേ. പക്ഷേ ഇത് നമ്മൾ പൊരിച്ച് കഴിഞ്ഞാൽ നല്ല അങ്ങനെ വീർത്ത് പപ്പടം പോലെ ഫ്ലഫി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അത് നന്നായിട്ട് കുഴച്ച് എടുക്കണം. ഞാൻ കുഴയ്ക്കുന്ന അത്രയും എടുക്കാൻ ഇക്കാക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഇക്ക ഫോണുമായിട്ട് പോയി. പിന്നെ ഞാൻ കുഴച്ച് കഴിഞ്ഞ് വീണ്ടും വന്ന് എടുത്ത് ചെയ്ത്. മക്കൾ നല്ല ഉറക്കമാണ്. മോള് ഭയങ്കര പാടാണ് ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ. രാവിലെ വിളിച്ച് ഭയങ്കര ബുദ്ധിമുട്ട് എണീക്കാൻ. ഇവർ രണ്ടുപേരും കുഴപ്പമില്ല, എണീറ്റ് വരും. കിഴങ്ങ് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ. അപ്പം പൊട്ടറ്റോ മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു 2 സവാള, 2 പച്ചമുളക്, കറിവേപ്പില. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണിത് കേട്ടോ. നമ്മൾ പാൻ ഒഴിച്ചതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക്, ചിലപ്പോൾ ഞാൻ ഉഴുന്ന് ചേർക്കാറുണ്ട്. ഇന്നിപ്പോൾ ഉഴുന്ന് ചേർക്കുന്നില്ല. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് സവാള ഇടുക. സവാള ഇട്ട് ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിനിടയ്ക്ക് ഞാൻ പോയി അപ്പൂസിനെ വിളിച്ചുണർത്തി ഫ്രഷാക്കി പല്ല് തേച്ച് കുളിപ്പിച്ചൊക്കെ കൊണ്ടിരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് മോൻ്റെ സ്കൂളിൽ ചെറിയൊരു പ്രോഗ്രാം, യെല്ലോ ഡേ. അവർക്ക് ഈ കളറ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് യെല്ലോ ഡേ ഓരോ ബുധനാഴ്ചകളിൽ ഓരോ ഡേ ആയിട്ട്. ഇപ്പോൾ ഇന്ന് യെല്ലോ ഡേ ആണ്. അപ്പോൾ ഒന്നുകിൽ യെല്ലോ ഡ്രസ്സ് ഉണ്ടെങ്കിൽ യെല്ലോ ഡ്രസ്സ് ഇടാം, അതല്ലെന്നുണ്ടെങ്കിൽ യെല്ലോ കളറിൽ എന്തെങ്കിലും ആർട്ട് വർക്കോ ക്രാഫ്റ്റോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് പോവാം. മോൾ അന്നേരം ഇന്നലെ 2 വർക്ക് ചെയ്ത് കൊടുത്ത്, അതും കൊണ്ടാണ് മോനിന്ന് പോകുന്നത്. അപ്പോൾ ഈ സോട്ടായി വന്ന സവാളയിലോട്ട് നമുക്ക് പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടറ്റോ മസാല റെഡിയായി കഴിയും. ആളിതാ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാനിന്ന് സ്കൂളിൽ പോകാൻ, സ്കൂളിൽ എന്താ പ്രോഗ്രാം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ആൾ പറയുവാണ്. സാധാരണ രാവിലെ നല്ല ഹറി ആയിരിക്കും, കാരണം പിള്ളേർക്ക് ചോറും അതിൻ്റെ കറികളൊക്കെ പ്രിപ്പയർ ചെയ്യണ്ടേ. ഇന്നിപ്പം ബട്ടൂരയും പൊട്ടറ്റോ മസാല എന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുപോകാൻ ലഞ്ചിനും അത് മതിയെന്ന് പറഞ്ഞ്. അതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു രാവിലെ. ഇതാകുമ്പോൾ അവർ സന്തോഷമായിട്ട് കഴിക്കുകയും ചെയ്യും ഉച്ചയ്ക്ക്. വൈകിട്ട് വന്നാൽ ഇത് തന്നെ സ്നാക്കായിട്ട് ഇത് കൊടുത്താലും അവർക്ക് ഇഷ്ടമാണ്. മൈദ ആയതുകൊണ്ട് തന്നെ അത്ര ഹെൽത്തി ഒന്നുമല്ല. ഇനി നമുക്കിത് വീറ്റ് വെച്ചിട്ടോ ആട്ട വെച്ചിട്ടോ വല്ലതും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. കൊള്ളാമെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ട് ഇടാം. ഈ സമയത്ത് ഹംദാനും ഹനായും ഫ്രഷായിട്ട് ഡ്രസ്സ് ചെയ്ത് വന്നിരിപ്പുണ്ട്. അതിനിടയ്ക്ക് ഞാൻ പോയി മോനെയും ഡ്രസ്സ് ചെയ്യിച്ചായിരുന്നു, കണ്ടില്ലേ. ഇതായതുകൊണ്ട് തന്നെ അവർ വഴക്കില്ലാതെ കഴിച്ചോളും ഫുഡ്. മോൻ ചായ കുടിക്കുന്നത് നിങ്ങൾ കണ്ടോ? വെള്ളം ചവച്ചരച്ച് കുടിക്കുന്നതെന്ന് പറയുന്നുണ്ട്, ചായ ചവച്ചരച്ചാണ് കഴിക്കുന്നതല്ല. മോൻ കുഞ്ഞിലെ മുതലേ ഇങ്ങനെയാണ് വെള്ളം കുടിക്കുന്നതും ചായ കുടിക്കുന്നതും അല്ല. അതാ 2
രണ്ടെണ്ണം വേണം ഉമ്മയെന്നും പറഞ്ഞ് രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റവരുടെ രണ്ടുപേരുടെയും പാത്രത്തിൽ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് അവന് രണ്ടെണ്ണം വേണം. പക്ഷേ ഇത് കഴിക്കാനൊന്നും അല്ല, ഇത് കഴിച്ച് തീർക്കത്തുമില്ല. ഇതിപ്പോൾ കുറച്ച് കഴിച്ചിട്ട് പിന്നെ എൻ്റെ വായിൽ വെച്ചിരുന്നു, കണ്ടില്ലേ? ഇതാ പ്ലേറ്റ് കംപ്ലീറ്റ് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്, പക്ഷേ ഞാനാ കൂടുതൽ കഴിച്ചത്. എൻ്റെ വായിൽ വെച്ച് തന്നേ ഇത്. പോവാൻ ഇറങ്ങിയിട്ടുണ്ട് 3 പേരും, റെഡിയായി. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഒരു സൈഡിലോട്ട് നിന്നേ, 3 പേരും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 3 പേരും എന്താ വെളിയിൽ ഇറങ്ങി നിൽക്കുക റെഡിയായിട്ട്. സ്കൂൾ നമ്മുടെ വീട്ടിനടുത്ത് തന്നെയാണ് കേട്ടോ. 3 പേരും പോയി. മക്കൾ പോയി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മോർണിംഗ് റുട്ടീൻസ്. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പേര് മാറ്റിയ കാര്യം മറക്കണ്ട, എച്ച് അഹമ്മദ് വ്ളോഗ്സ് എന്നാണ്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും, ബായ്.